സിനിമ എന്ന് പറഞ്ഞാൽ അമ്മയോ പ്രൊഡ്യൂസർ അല്ല തീരുമാനിക്കുന്നത്, അത് ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. അല്ല, അങ്ങനെ ഇങ്ങനെയാ, അത് ഒരു ഡയറക്ടറിന്റെ വ്യൂ പോയിന്റ് അല്ലേ. ഒരു ഡയറക്ടറിന് അത് ഏത് രീതിയിൽ അവരുടെ കഥ കാണിക്കണം, അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ഡയറക്ടറാണ്. അതിന്റെ മുകളിലല്ലേ, പ്രൊഡ്യൂസറോ അല്ലാതെ ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്നെ എത്രയോ സിനിമയിലൊന്നും ഞാൻ കാസ്റ്റ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സങ്കടം വരണോ? ഇല്ല, ദാറ്റ്സ് ഓൾ ആ ഡയറക്ടേഴ്സ് വിഷൻ. ലെറ്റ് ഇറ്റ് ബി ദാറ്റ് വേ. അല്ല, ഒരു മിനിറ്റ്, ഞങ്ങള് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞങ്ങളുടെ ഒരു അതിഥിയായിട്ട് ഇവിടെ വിളിച്ചു വരുത്തിയാനായിട്ട്, അപ്പൊ അവരോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്ററാക്ഷൻ ഓക്കെ ഇതല്ല. പക്ഷേ ഇതേമാതിരി ഒരു മറ്റേ സംഘടനയിൽ മറ്റേ തൊഴിലില്ലാതിരിക്കുന്ന സിനിമ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ളവർ കൂടുതൽ സിനിമ ഉപയോഗിക്കണം. അതൊന്നും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അവോയ്ഡ് ചെയ്യാം പ്ലീസ്. അത് ചിലപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി പോലെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്നത്, നമുക്ക് അതിന്റെ ഇടയിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. നമ്മൾ ആ കോർഡിനേറ്ററോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോൾ നാളെ ഷൂട്ട് ചെയ്യുന്ന ഒരു സീനിന് ചിലപ്പോൾ 1000 ജൂനിയർ ആർട്ടിസ്റ്റ് വേണം. അപ്പൊ നമ്മളത് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്ററോട് പറഞ്ഞ് നമ്മൾ അവരുടെ കയ്യിലാണ് പൈസ കൊടുക്കുന്നത്. ഇപ്പൊ അവരിത് എപ്പോഴാണ് കൊടുക്കുന്നത്, താമസിച്ചാണ് കൊടുക്കുന്നത്, അവരത് എത്ര രൂപയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഏതായാലും 1000 രൂപ വാങ്ങിയിട്ടിട്ട് അവർ 1500 രൂപ വെച്ച് കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ അവർ 1000 രൂപ ചിലപ്പോൾ അവർ 600 രൂപ ആയിരിക്കും കൊടുക്കുന്നത്, 700 രൂപ ആയിരിക്കും. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് അവരാണ് അറേഞ്ച് ചെയ്യുന്നത്. ബിസിനസ് ഉണ്ടല്ലോ, പണ്ടുതൊട്ട് പറഞ്ഞു 42 ദിവസം വെച്ചാണ് OTT. അതിനുവേണ്ടി ചേംബറും നിർമ്മാതാക്കൾ സംഘടനകളും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പൊ നിലവിൽ OTT ബിസിനസ് വളരെ കുറവാണ്, സത്യസന്ധമായ കാരണം. അതിനൊരു ലിമിറ്റ് ഇതുവരെ ഒന്ന് അംഗീകരിക്കപ്പെടുന്നു. 42 ദിവസം പിന്നെ 30 ദിവസം നമുക്ക് കൊടുക്കുന്നത് സ്ഥിതി വരും. അത് ഏത് രീതിക്ക് അംഗീകരിക്കപ്പെടുന്നു പുതിയ ഭരണസമിതി ഏറ്റെടുത്ത കാലത്ത്? ഇനിയിപ്പോ OTT ബിസിനസ് കുറവ് തന്നെയാണെന്ന് മുന്നിൽ കണ്ടു തന്നെ ഞാൻ ചോദിക്കുന്നത്. പക്ഷെ 42 ദിവസം എന്നുള്ള നിയമം വെച്ചിട്ടുണ്ട്, പക്ഷെ ആരും പാലിക്കാതെ 30 ദിവസം വിൽക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഏകീകരിച്ചെടുക്കാൻ പറ്റുക? നമുക്കിപ്പോ ബിസിനസ് ഇല്ലല്ലോ, നമ്മൾ 42 ദിവസം തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോ OTT പ്ലാറ്റ്ഫോമുകളാണെങ്കിലും തിയേറ്ററിൽ സക്സസ് ആയ സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത്. അതിപ്പം ചെറിയ സിനിമ ആയിക്കോട്ടെ, വലിയ സിനിമ ആയിക്കോട്ടെ. ഇപ്പൊ പ്രീ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. അതൊക്കെ നേരത്തെ ആയിരുന്നു. കോവിഡ് കഴിഞ്ഞ ആ സമയത്തും കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു, അല്ലെ ലാസ്റ്റ് 1 ഇയർ വരെയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന 90% സിനിമകളും പ്രീ ബിസിനസ് ഇല്ലാതെയാണ് ഇറങ്ങുന്നത്. പിന്നെ ചില സിനിമകൾ മാത്രം, ചില സിനിമ പ്ലാറ്റ്ഫോമുകൾ അവർ കണ്ടു കഴിഞ്ഞ് ഇപ്പൊ അവരുടെ പ്ലാറ്റ്ഫോമിന് പറ്റിയ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് മാത്രം സെലക്ട് ചെയ്യും, അവരത് മാത്രം വാങ്ങാറുണ്ട്. ബാക്കിയുള്ള സിനിമകളൊക്കെ ആഫ്റ്റർ റിലീസിന് ശേഷമാണ്. ആഫ്റ്റർ റിലീസ് ഡേറ്റ് നമ്മൾ 42 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചില പടങ്ങള് ചില പ്ലാറ്റ്ഫോമുകൾ പറയും ഒരു ഇപ്പൊ 30 ദിവസം കഴിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ നമ്മുടെ അസോസിയേഷനുമായിട്ട് അല്ലെ ചേംബറായിട്ട് ആലോചിച്ചിട്ടാണ് അത് വിൽക്കാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വിൽക്കുന്നതിന് കുഴപ്പമില്ല, ആലോചിച്ച് തീരുമാനിച്ചു. യെസ്.